ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ ഖത്തറിൽ ഇവിടെ ഒരു ചെടി കണ്ടുപിടിക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിഞ്ഞോ? ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓരോ പള്ളികളാണ്. സിറോ മലബാറിൻ്റെ പള്ളി, ലാറ്റിൻ പള്ളി, മലങ്കര പള്ളി, ഓർത്തഡോക്സ് പള്ളി. ഒരു 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 പ്രത്യേക അനുഭവമാണ് ഇവിടെ. വലിയൊരു കൂട്ടായ്മയും സ്നേഹവും ദൈവത്തിൻ്റെ വലിയ ഒരുപാട് പള്ളികളുണ്ട്. ഞാൻ പേരുകൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പിന്നെ ധ്യാനങ്ങൾക്ക് ദൈവത്തിൻ്റെ കാരണം നന്നായിട്ട് പോകുന്നു. പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി. പ്രാർത്ഥന വീണ്ടും ശക്തിപ്പെടുത്തണം കേട്ടോ. കർത്താവിൻ്റെ വലിയ ദൈവാനുഗ്രഹവും നിങ്ങളുടെ മേലും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞോരം ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് നമുക്ക് നമ്മുടെ വിശ്വാസം കുറച്ചുകൂടി അങ്ങോട്ട് വർദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കണം അല്ലേ. പിന്നെ ധ്യാനത്തിന് വരുന്നവരാണെങ്കിൽ വിശ്വാസം വർദ്ധിക്കണം, നമ്മുടെ തന്നെ വിശ്വാസം വർദ്ധിക്കണം, ശുശ്രൂഷയിൽ ആണെങ്കിൽ വിശ്വാസം വർദ്ധിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകാൻ വേണ്ടി നമ്മളെല്ലാവരും വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ചില വെയിലൊക്കെ തെളിയുന്നുണ്ട്, അപ്പോൾ കളറൊക്കെ കുറച്ച് വ്യത്യാസം വരും. അത് സാരമില്ല, ഒക്കെ പ്രകൃതിയിലുള്ള ക്രമീകരണങ്ങളാണ്. പ്രൈസ് അല്ലോ. നമുക്കൊരു നന്മ അറിഞ്ഞ് ചൊല്ലി നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നെഹമ്യ 2:8 ബേസ് ചെയ്തിട്ടാണ്. നെഹമ്യ 2:8 അതിങ്ങനെയാണ്: എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു, ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു. നെഹമ്യ പ്രവാചകൻ പറയുന്നത് വളരെ മനോഹരമായ ഒരു വചനമാണ്. അതായത് പിന്നെ രാജാവിൻ്റെ അടുത്ത് നെഹമ്യ ഒരു അപേക്ഷ സമർപ്പിക്കുക. അതായത് കൊട്ടാരത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ ഈ കോട്ടമതിലിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ദേവാലയ ഭിത്തിക്കുള്ള ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്, നെഹമ്യയ്ക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് തടി ഈ ധനകാര്യ വിചാരിപ്പുകാരന് വഴി അതൊന്ന് കിട്ടാൻ വേണ്ടി രാജാവ് ഒരു കത്ത് തരണമെന്ന് പറഞ്ഞിട്ട് നെഹമ്യ രാജാവിനോട് അപേക്ഷിക്കുക. അപ്പോൾ പറഞ്ഞു, എന്നിട്ട് അപ്പോൾ സിമ്പിളായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷ രാജാവ് അങ്ങ് അനുവദിച്ചു. അപ്പോൾ അങ്ങനെ അനുവദിച്ച് കഴിഞ്ഞപ്പോൾ ഈ നെഹമ്യ പറഞ്ഞൊരു സന്ദേശം നോക്കി അടുത്ത ദിവസം ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ അപേക്ഷ അനുവദിക്കാൻ കാരണം എന്താ? ദൈവത്തിൻ്റെ കരുണ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? നമ്മുടെ അപേക്ഷകൾ അനുവദിക്കുമ്പോൾ അത് ദൈവം അനുവദിക്കുന്നത് മാത്രമല്ല, ദൈവം അനുവദിക്കുക ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കാരണം. നമ്മളൊരു ഓഫീസിൽ കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ, നമ്മുടെ ജോലി, ഇങ്ങനെ ഓരോന്ന് അനുവദിച്ച് കിട്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? എപ്പോഴും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ പേടിയം പ്രീച്ചേഴ്സ് ആൻഡ് വേൻമേഴ്സ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ കാര്യം അത് പേടിയമെന്നല്ല, എല്ലാവരും ദൈവത്തിൻ്റെ കരുണ പ്രഘോഷിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇപ്പോൾ ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കുകയാണ്, എൻ്റെ മേൽ കരുണയായിരിക്കുകയാണ്, ദൈവം എൻ്റെ മേൽ കരുണയായിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും അനുവദിച്ച് കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കണം. അറിയാതെ പ്രാർത്ഥന, ദൈവം എൻ്റെ മേൽ കരുണയായിരിക്കുന്നത് പ്രാർത്ഥന ഓർത്തിരിക്കാൻ വിളിപ്പോൾ ഈശോ എൻ്റെ മേൽ കരുണയായിരിക്കണം. വളരെ സിമ്പിളല്ലേ? ഈശോ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു അല്ലേ? ഈശോ എൻ്റെ മേൽ കരുണയായിരിക്കും. സിമ്പിൾ പ്രാർത്ഥന, ചുമ്മാ ഇടപെടാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അറിയാതെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, അച്ഛനെ നിങ്ങളെ വലിയ ഇഷ്ടമാണ്. ഈ ഖത്തറിൽ വന്നപ്പോഴാണ് കുഞ്ഞുങ്ങളൊരു സ്നേഹം കാണുന്നത്. ഹല്ലേലൂയ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഈശോയെ, കർത്താവേ, ഞങ്ങളുടെയും കർത്താവ് എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കണം. കർത്താവെ, വിശ്വാസം ഞങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി സ്വർഗത്തിൽ ഒരു ആശീർവാദം കരുണ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈശോയെ, കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇടതടവില്ലാതെ ഉയർത്താൻ കൃപ ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. കർത്താവ് ഇന്ന് ആശീർവാദം നൽകുമ്പോൾ കർത്താവേ, ഈശോയെ, ദൈവഹിതം പൂർത്തിയാകാൻ വേണ്ടി ആശീർവദിക്കുന്നു. കാരണം ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. ദൈവഹിതമാണ്, അങ്ങനെയാണോ, ഞങ്ങൾ മാറണം, പോകണോ, അങ്ങനത്തെ തീരുമാനങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തവർക്ക് ഈ ആശീർവാദ സമയത്ത് ഒരു തീരുമാനത്തിൻ്റെ കൃപ നിറയട്ടെ. ഇന്നത്തെ വേണ്ടി ആശീർവാദമായി അങ്ങനെ വേണ്ടവർക്ക് അത് അങ്ങനെയായി തീരട്ടെ. രാത്രിയിൽ കർത്താവ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആശീർവാദം സ്വീകരിക്കുന്നവർക്ക് നല്ലൊരു കൃപ രാത്രി അന്തരംഗത്തിൽ പ്രബോധനം നിറഞ്ഞ പകരം അങ്ങനത്തെ കൃപ നിറയട്ടെ. എന്താണ് ഓരോരുത്തർക്ക് അത് സ്വർഗം നൽകാൻ കരുണയായിരിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.